ലെജൻഡ് സൂര്യയാണെന്റെ ലേറ്റസ്റ്റ് അവരാധം കങ്കുവ അഥവാ ഇതെന്തുവാ. ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൂര്യയാണനും മറ്റു ടീമുകളും അരമുക്കാൽ മണിക്കൂറോളം ചുമ്മാ കിടന്ന് മുക്കി അലറുകയാണ്. വെളിക്കിരിക്കുമ്പോഴുള്ള മുക്കൽ മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് പോലെ. തിയേറ്ററിൽ പോയി കണ്ടവന്റെയൊക്കെ ചെവിയിലെ ഡയഫ്രം അടിച്ചു പോകുന്ന ഉറപ്പ്. അമ്മാതിരി പാറിലാണ് സ്പീക്കറിലൂടെ. അതിന്റെ പേപ്പർ വരെ കീറിപ്പോകും. ഗജനി വാരണമായിരം പോലുള്ള ലെജൻഡറി പടം ചെയ്ത സൂര്യണ്ണനെ ഒരു കാട്ടവരാതി ആക്കി മാറ്റിയിരിക്കുകയാണ് ലെജൻഡറി ഡയറക്ടർ ശിവ. ഇയാൾക്ക് ബോറടിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മളെ എന്തിനാടാ ഇങ്ങനെ വെറുപ്പിക്കുന്നത്? പല പുതിയ പിള്ളേർക്കും ആ പൈസ കൊടുത്തിരുന്നതിൽ നല്ല ഒന്നാന്തരം പടം ചെയ്തേനെ. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അങ്ങനെ പടം തുടങ്ങുമ്പോൾ എല്ലാ അപരാധങ്ങൾക്കും സാക്ഷിയായി നിൽക്കുന്ന ചന്ദ്രേട്ടൻ നമ്മളെ നേരെ 2024 കൊണ്ടുപോകും. ചന്ദ്രേട്ടൻ എവിടെയാ? ഇന്ത്യൻ ബോർഡറിലുള്ള ഏതോ റഷ്യൻ ബയോമെഡിക്കൽ റിസർച്ച് ഫെസിലിറ്റിയാണ് ആദ്യമായി കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ കുറച്ച് കൊച്ചു പിള്ളേരുടെ തലയിൽ എന്തൊക്കെയോ കമഴ്ത്തി വെച്ച് ബ്രെയിൻ പവറൊക്കെ ആംപ്ലിഫൈ ചെയ്ത് സൂപ്പർ പവർ ഉള്ളവരാക്കി മാറ്റുന്ന എക്സ്പെരിമെന്റ് നടക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? കമഴ്ത്തി വെച്ച സാധനത്തിലേക്ക് ഇടിമിന്നൽ പോലെ എന്തോ പോകുന്നുണ്ട്. ഭിത്തിയിൽ മുഴുവൻ സ്ക്രീനുകൾ, അതുകൂടാതെ ജോലി ചെയ്യുന്നവന്മാരുടെ മുന്നിൽ സ്ക്രീൻ, മുറി മുഴുവൻ സ്ക്രീനുകൾ. ഇതിനും മാത്രം സ്ക്രീൻ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സ്ക്രീനിൽ കാണിക്കുന്ന പിള്ളേരാണെങ്കിൽ AI വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു വെറുപ്പിക്കൽ. അങ്ങനെ ഇവന്മാരുടെ ശല്യം സഹിக்க വയ്യാതെ സൂപ്പർ പവറുള്ള ഒരു കൊച്ചു ചേർക്കൻ അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടും. കാട്ടിലൂടെ ഓടി ഒരു വിധത്തിൽ അവനൊരു ട്രെയിനിൽ പോയി കയറും. നമ്മളൊക്കെ ആണെങ്കിൽ ബോഗിയിൽ പേടിച്ച് പറിച്ച് ചാരിയിരുന്ന് അവന്മാർ വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കും. പക്ഷെ ആ ചെറുക്കനാണെങ്കിൽ അവിടെ കിടന്ന കരിക്കട്ട എടുത്ത് ആ ട്രെയിനിൽ സൂര്യനെ ചിത്രം അങ്ങ് വരയ്ക്കും. അതങ്ങനെ കുറെ എണ്ണം. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗോവയിലെ ഒരു ജിമ്മിൽ ഇരുമ്പിന് പകരം ഗുണ്ടകളെടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന സൂര്യ അഥവാ ഫ്രാൻസിസിനെയാണ്. സൂര്യയുടെ ഇൻട്രോ സീനിൽ സൂര്യയും കൂട്ടാളിയായ യോഗി ബാബുവും കൂടെ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അത്രയ്ക്ക് വെറുപ്പിക്കലാണ് ഇവന്മാർ ജിമ്മിൽ കാണിച്ചു കൂട്ടുന്നത്. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്ന പ്രയോഗം ഭാഷയിലുണ്ടായത് ഇത്തരം സന്ദർഭങ്ങൾ. സൂര്യണ്ണന്റെ പണി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബൗണ്ടി ഹണ്ടർ ആണ്. അതായത് പോലീസിന് പിടിക്കാൻ പറ്റാത്ത കള്ളന്മാരെ പിടിച്ച് പോലീസിന് കൈമാറി പൈസ വാങ്ങിക്കുക. അങ്ങനെ അടുത്ത സീനിൽ ഒരു മൊട്ടയും തട്ടിക്കൊണ്ട് പോവുകയാണ് യോഗി ബാബുവും സൂര്യയും. അപ്പോഴാണ് സൂര്യയുടെ മെയിൻ ശത്രുവും മറ്റൊരു ബൗണ്ടി ഹണ്ടറുമായ പട്ടാണി ഏട്ടത്തി 1 കിലോ പട്ടാണിയുമായി അങ്ങോട്ടേക്ക് വരുന്നത്. പട്ടാണിയുടെ കൂട്ടാളിയാണ് കാട്ടവരാധം റെഡിൻ കിങ്സ്ലി. സൂര്യ പിടിച്ച മൊട്ടയെ തട്ടിക്കൊണ്ട് പോകാൻ പട്ടാണി ഏട്ടത്തി ശ്രമം നടത്തും. അങ്ങനെ ബൗണ്ടിക്ക് വേണ്ടി കിടന്ന തല്ലുകൂടലാണ് ഇവരുടെ മെയിൻ പണി. അങ്ങനെ മൊട്ടയും പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി അവിടെ കിടന്ന് വെറുപ്പിച്ച് നമ്മളെ അങ്ങ് കൊല്ലും. അതിനിടയിലാണ് റെഡിൻ കിങ്സ്ലിയുടെ വെറുപ്പിക്കലിന്റെ മറ്റൊരു വേർഷൻ. അവന്റെ ബെസ്റ്റ് എന്നൊരു വിളിയുണ്ട്. കേൾക്കുമ്പോൾ തന്നെ മോന്ത എടുത്ത് ഭിത്തിയിലിട്ട് ഒരയ്ക്കാൻ തോന്നും. അതിനിടയിൽ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് എന്നും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്ത് പടത്തിൽ കുത്തിക്കയറ്റിയല്ലേ ഡയറക്ടർ. എങ്ങനെയുണ്ട് എന്റെ പെർഫോം? കൂടെ സൂര്യണ്ണന്റെ യോളോ എന്നൊരു പാട്ടും. സത്യത്തിൽ ഈ പാട്ടിന് മാത്രം വേണ്ടിയാണോ പട്ടാണിയെ കൊണ്ടുവന്നതെന്ന് തോന്നിപ്പോകും. കാരണം പട്ടാണിയെ കൊണ്ട് ഒരു ആവശ്യവും ഈ പടത്തിലില്ല. അശോക, ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്, വെച്ച് നോക്ക്. പ്രയോജനമൊന്നും കാണത്തില്ല. ശേഷം അടുത്ത ബൗണ്ടി ഹണ്ടിനെ ജിട്ടു എന്നൊരുത്തനെ പിടിക്കാൻ വേണ്ടി സൂര്യയും യോഗി ബാബുവും ഒരു ബോട്ടിൽ കയറും. ഇവര് പിടിക്കാൻ ചെന്ന ജിട്ടു അവിടെ കുറെ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്നുറങ്ങുന്നത് കണ്ട യോഗി ബാബുവിന് സൂര്യക്ക് സഹിക്കില്ല. സ്വാഭാവികം. അത് കണ്ട അവന്മാര് നെക്സ്റ്റ് റൗണ്ട് അപരാധം തുടങ്ങും. എക്സ്പ്രഷൻ ഇട്ടങ്ങ് കൊല്ലും. അതിനിടയിൽ വെടിപൊട്ടി ജിട്ടുവിന്റെ പണി തീരും. അങ്ങനെ പണ്ടാരമടങ്ങി നിൽക്കുമ്പോഴാണ് അതാ റഷ്യൻ ബയോമെഡിക്കൽ റിസർച്ച് സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ട ചെറുക്കൻ അവരെ നോക്കി നിൽക്കുന്നു. പക്ഷെ അപ്പോഴാണ് സൂര്യക്ക് എന്തോ ഇവനെ എവിടെയോ കണ്ടതുപോലൊരു തോന്നൽ. മാത്രമല്ല ആ ജിട്ടുവിനെ കൊന്നത് ഇവൻ കണ്ടു കാണും. ഇവൻ ചെന്ന് പോലീസിനോടെങ്ങാനും പറഞ്ഞാലോ എന്ന് കരുതി സൂര്യ അവനെയും കൂട്ടി വീട്ടിലേക്ക് പോകും. ഈ ചെറുക്കന്റെ കൃഷ്ണമണിക്ക് ചുറ്റും ഇടയ്ക്കൊരു മഞ്ഞ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ബ്രെയിൻ പവർ ആംപ്ലിഫൈ ചെയ്താൽ കണ്ണിൽ ലൈറ്റൊക്കെ കത്തുപോടെ. അങ്ങനെ വീട്ടിലെത്തിയ ചെറുക്കൻ പിന്നെയും കരിക്കട്ട എടുത്ത് ഭിത്തി മുഴുവൻ പടം വരച്ച് ആ വീട് വൃത്തികേടാക്കും. ഇത് കണ്ട സൂര്യക്ക് എന്തൊക്കെയോ ഓർമ്മകൾ തന്റെ ഉള്ളിൽ വരുന്നത് പോലെ തോന്നും. തലയ്ക്ക് പ്രാന്ത് പിടിച്ച സൂര്യ മോൻ ഇത്രയും പടം വരച്ചതല്ലേ എന്നും പറഞ്ഞ് ആ പാതിരാത്രി ചെറുക്കനെയും കൊണ്ടുപോയി ബർഗർ വാങ്ങിക്കൊടുക്കും. അതിനിടയിലാണ് പട്ടാണി വന്ന് വൻ വെറുപ്പിക്കലിട്ട് സൂര്യണ്ണനെ തന്ത്രപരമായി വിലങ്ങ് വെച്ച് അവിടെ പൂട്ടിയിടുന്നത്.
ഇവള് നമ്മളെക്കാളും തറയടാ. അപ്പോഴേക്കും ചത്ത ജിട്ടുവിന്റെ സഹോദരൻ കമ്പൂട്ട വന്ന് അവരെ കൊല്ലാൻ നോക്കും. പെട്ടെന്ന് അവിടെ കൊടുങ്കാറ്റും മിന്നലും. ഇതെന്താ ഇപ്പൊ മഴ വരുന്നതെന്നും പറഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോ അതൊന്നുമല്ല. ആ കൊച്ചു ചെറുക്കനെ പിടിക്കാൻ റഷ്യൻ ലാബിലെ പട്ടാളക്കാരെ ഹെലികോപ്റ്ററിൽ വന്നതാണ്. അവര് വന്ന് തൃശൂർ പൂരത്തിന് തീ കൊളുത്തുന്നത് പോലെ അവിടെ മുഴുവൻ വെടിവെച്ച് മിസൈൽ വിട്ട് നശിപ്പിച്ച് പണ്ടാരടക്കും. ഒരാവശ്യവുമില്ല, വെറുതെ കയ്യിലുള്ളതൊക്കെ എടുത്ത് പൊട്ടിക്കുകയാണ്. മാസ്ക് കാണിച്ച് മുന്നേ വന്ന കമ്പൂട്ട വെടി കൊണ്ട് പടമാകും. ശേഷം റഷ്യക്കാര് ആ ചെറുക്കനെ സിമ്പിളായി കയറിൽ കെട്ടി കൊണ്ടുപോകും. ഇത് കണ്ട് പ്രാന്തളകിയ സൂര്യ സ്വന്തം കൈ വിരലുകൾ ഒടിച്ച് വിലങ്ങിൽ നിന്നും കൈ ഊരിയെടുത്ത് ചെറുക്കന്റെ പുറകെ ഓടും. കയ്യിലെ ഞൊട്ട ഒടിക്കുന്നത് പോലെയാണ് സൂര്യ വിരൽ ഒടിക്കുന്നത്. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? അങ്ങനെ ഓടുമ്പോഴാണ് ചന്ദ്രേട്ടനെയും കാണിച്ചുകൊണ്ട് വർഷം 1070 പോകുന്നത്. അവിടെ ഇന്ത്യൻ ഭൂഖണ്ഡം പിടിച്ചെടുക്കാൻ ഒരു റോമൻ രാജാവും 25,000 പടയാളികളും വരികയാണ്. ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി പരിശീലനത്തിനും ആസൂത്രണം ചെയ്യുവാനും മറ്റുമായി റോമാക്കാർക്ക് സേഫ് സ്ഥലം വേണമത്രേ. അപ്പോഴാണ് ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന 5 ദ്വീപുകൾ രാജാവ് കാണുന്നത്. മുഴുവൻ മണ്ടന്മാരുള്ള മണ്ടയാറ്, വെങ്കായപ്പൊടി വിൽക്കുന്ന വെങ്കാട്, എല്ലാവരും ഇരുന്ന് മുക്കുന്ന മുക്കാട്, അരത്തി, പെരുമാച്ചി. ഈ പെരുമാച്ചിയാണ് നമ്മുടെ സൂര്യണ്ണന്റെ സ്ഥലം. ഇതിൽ റോമൻ രാജാവിന് ഇഷ്ടപ്പെട്ടത് പെരുമാച്ചി ദ്വീപാണ്. അങ്ങനെ പെരുമാച്ചി കീഴടക്കാൻ വേണ്ടി മൂക്കിൽ വളയിട്ട മണ്ടയാറിലെ കൊടുവനെ സ്വർണ്ണ ബിസ്ക്കറ്റ് തരാമെന്നും പറഞ്ഞ് റോമൻ രാജാവ് അങ്ങോട്ടേക്ക് വിടും. അവിടെ ചെന്ന് കപ്പല് പണിയാൻ 100 പേരെ വേണമെന്ന് പറഞ്ഞപ്പോ ഒന്നും ചിന്തിക്കാതെ പെരുമാച്ചി മൂപ്പനായ മണ്ടൻ സെന്തി 100 പേരെ കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അതിനിടയ്ക്ക് കൊടുവന്റെ കൂടെ വന്ന മറ്റൊരു ചതിയനായ മിയാസാൻ എന്നൊരു കൊണച്ചവൻ ഞാൻ പോകാത്ത നാടുകളില്ല, കഴിക്കാത്ത ഭക്ഷണമില്ല എന്ന് പറഞ്ഞതും അവിടെ ഇരുന്ന് കിഴവി അവനെ നല്ല രീതിയിൽ ഊക്കിവിടും. ശേഷം 100 പോരാളികളെ കൊണ്ടുപോയി കാട്ടിൽ വെച്ച് കൊടുവൻ ചതിച്ചു കൊല്ലും. തെളിവിന് എല്ലാത്തിന്റെയും കൈവെട്ടി റോമൻ രാജാവിന് കൊടുത്ത് സ്വർണം വാങ്ങും. കൊടുവൻ പിന്നെയും അടുത്ത 100 പെരുമാച്ച മണ്ടന്മാരെ കൊല്ലാൻ വിളിച്ചോണ്ട് വരുമ്പോഴാണ് ട്വിസ്റ്റ്. ദോണ്ടട കാളയുടെ മുഖം മൂടി വെച്ച് നാക്കിട്ടിളക്കി സൂര്യണ്ണനും ടീംസും വന്ന് കൊടുവയുടെ ടീംസിനെ വെട്ടി പീസാക്കും. ശേഷം ചതിയൻ കൊടുവയുടെ കൈയും വെട്ടി അവനെ പിടിച്ചു കെട്ടി ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് ഷവായ് ചിക്കനാക്കും. ഇത് കണ്ട അങ്ങേരുടെ ഭാര്യ ചേട്ടന്റെ കൂടെ ഞാനും പോട്ടെ, കൊച്ചിനെ നോക്കിക്കോണേ എന്ന് കങ്കുവിനോട് പറഞ്ഞിട്ട് തീയിലേക്കൊരു മാസ് ചാട്ടം. 2024 റഷ്യൻ ലാബിൽ നിന്നും പുറത്തു ചാടിയത് ഈ കൊച്ചി ചെറുക്കന്റെ പുനർജന്മമാണ്. മഗധീരെ 7ാം അറിവ് സ്റ്റൈലൊക്കെ നോക്കിയതാണ്, പക്ഷെ മൊത്തത്തിൽ മൂഞ്ചി തെറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. കൊടുവന്റെ ഭാര്യ മകനെ നോക്കിക്കോ എന്ന് പറഞ്ഞത് കേട്ട് കാരുണ്യം തോന്നിയ സൂര്യ കൊച്ചിനെ അങ്ങ് ദത്തെടുക്കും. ആയോധന കലകളിൽ പരിശീലനമൊക്കെ കൊടുത്ത് ചെക്കന് വേണ്ടി തന്റെ ജീവിതം ത്യാഗം ചെയ്യുന്നത് പോലെയാണ് സൂര്യ നടക്കുന്നത്. ഇവനെ ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ പാഠം അവിടെ തീർന്നേനെ. ഒരു ഷോർട്ട് ഫിലിം ആക്കിയാൽ മതിയായിരുന്നു. കൊടുവ തീർന്നതോടെ പെരുമാച്ചിയെ തകർക്കാൻ അവരുടെ ശത്രുരാജ്യമായ അരത്തിയുടെ നേതാവായ ബോബി ഡിയോൾ അഥവാ ഉതിരിന്റെ അടുക്കലേക്ക് റോമൻ പട ചെല്ലും. അവിടെയാണെങ്കിൽ ബോബിയെ കാണിക്കാൻ വൻ ബിൽഡപ്പ്. ഹോളിപ്പൊടി വാരി വിതറി ആ പൊടിയുടെ ഇടയിലാണ് അവിടെയുള്ളവരുടെ ജീവിതം. ഏതോ ഡൈനോസറിന്റെ അസ്ഥികൂടം അവിടെ ബോബി കെട്ടിവെച്ചിട്ടുണ്ട്. ബോബിയുടെ മക്കൾ ഓരോരുത്തരായി വരും. എന്നിട്ട് അവന്മാരെ കുറിച്ച് ഓരോരുത്തർ ബാക്ക്ഗ്രൗണ്ടിൽ തള്ളും. ഈ തള്ളൊക്കെ കഴിഞ്ഞ് അസ്ഥികൂടത്തിന് മേലെ കുറെ പേരെ കൊണ്ടിട്ടിട്ട് അടിയിൽ നിന്നും വാള് വെച്ച് കൊത്തി ചോര വരുത്തും. ഈ ചോര വീണുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കൂടെ ബ്ലഡ് ബാത്ത് നടത്തി വന്നാലേ ബോബി അണ്ണന് ജനങ്ങളെ കാണാൻ പറ്റൂ. ഓരോ ദിവസവും ഇത്രയും കഷ്ടപ്പെട്ടാണ് ബോബി അണ്ണൻ ജനങ്ങളെ കാണുന്നത്. ഈ മസാല പടങ്ങളിൽ നായകന്മാരെ അവതരിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? അവതാരപ്രവികളുടെ തേങ്ങാക്കൊല ഉൾക്കൊണ്ട് പൊങ്ങി വരാൻ പോകുന്ന ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം. അവരുടെയൊക്കെ ഓരോരോ അവസ്ഥയെ. ഇങ്ങേരുടെ ഫാൻസി ഡ്രസ്സും ഇൻട്രോയും ഒക്കെ കണ്ട് ത്രില്ലടിച്ച റോമൻ പട ബോബി അണ്ണനോട് സഹായം ചോദിക്കും. ചീള് കേസ് എന്നും പറഞ്ഞ് കങ്കുവനെ കൊല്ലാൻ ബോബി തന്റെ മകനെ പറഞ്ഞുവിടും. അപ്പോഴാണ് ഈ വാർത്ത റോമാക്കാരുടെ പരദൂഷണ ചിങ്കിടി വന്ന് കങ്കുവയോട് പറയുന്നത്. അത് കേട്ടതും യുദ്ധം എന്നും പറഞ്ഞ് കങ്കുവ അലർ വിളിക്കും. ഹോ, അത് കേട്ടാൽ തന്നെ നെഞ്ചത്തു നിന്നൊരു മിന്നൽ പോകുന്ന പോലെയാണ്. അമ്മാതിരി അലർച്ച. എന്നിട്ട് കങ്കു നല്ലൊരു കവലപ്രസംഗം നടത്തി ആളുകളെ കയ്യിലെടുക്കും. എന്നിട്ട് അരത്തിപ്പട വരുന്നത് നോക്കി കങ്കു ഒരു ഡാൻസ് അങ്ങ് വെച്ച് കാച്ചും. ബാംബു ബോയ്സിലെ ടീംസ് കളിക്കണ പോലെ ഒരു ഡാൻസ്. അതിനുശേഷം കാട്ടരുവിയിലേക്ക് പോകുമ്പോഴാണ് കങ്കുവിനെ തീർക്കാനായി ബോബി അണ്ണന്റെ മക്കളും ടീംസും മരത്തിൽ കയറി കുരങ്ങന്മാരെ പോലെ ചാടി കളിക്കുന്നത്. എന്നാൽ ഇത് മണത്തറിഞ്ഞ കങ്കുവൻ ഒരു മരം അങ്ങ് സിമ്പിളായി എടുത്തു പൊക്കി ഹെലികോപ്റ്റർ പോലെ കറക്കി ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തും. അങ്ങേരുടെ കറക്കം കണ്ട് സഹിക്കാൻ വയ്യാതെ മരം അങ്ങ് രണ്ടായിട്ട് ഓടിയും. അപ്പോഴാണ് ട്വിസ്റ്റ്. സ്നേഹം മൂത്ത് ദത്തെടുത്ത കൊടുവന്റെ മോൻ പൂർവൻ പറന്നു വന്ന് കങ്കുവന്റെ നെഞ്ചിലേക്ക് വാള് കുത്തിയിറക്കും. ആരെ വിശ്വസിക്കൂടാ ഞാൻ? ആരെ എനിക്കിപ്പോ വിശ്വാസമൊന്നുമില്ല. ഹായ് സ്റ്റെപ്പ് ഡാഡ്, എങ്ങനെയുണ്ട് എന്റെ ഷോട്ട്? എങ്ങനെ ഇരിക്കണ്? വല്ല കാര്യവും ഉണ്ടായിരുന്നു? അന്നേ തല്ലിക്കൊല്ലാൻ നാട്ടുകാർ പറഞ്ഞതാണ്, എന്നിട്ട് പാസം കയറ്റി നടന്നതല്ലേ. ഇപ്പൊ നെഞ്ചത്ത് ചെക്കൻ ഓട്ടയിട്ട് വാള് കയറ്റിയത് വെച്ച് നോക്കുമ്പോൾ കങ്കു അവിടെ തീരേണ്ടതാണ്. പക്ഷെ കങ്കു അല്ലേ മുതല്. പുള്ളി സിമ്പിളായി ആ വാള് വലിച്ചൂരി ബോബി അണ്ണന്റെ മകനെ കുത്തി അങ്ങ് കൊല്ലും. കുത്തലിന്റെ ശക്തി കൊണ്ട് അവിടെ നിന്നൊരു മരം പോലും രണ്ടായി കീറിപ്പോയി. ഇവനാരടാ? കാട്ടിലെ ഒറ്റ കൊമ്പനോ? നെഞ്ചത്ത് ഓട്ടയിട്ടിട്ട് കാട്ടിൽ ഓടിക്കയറിയ ചെറുക്കനെ കങ്കുവൻ ചെന്ന് സമാധാനപ്പെടുത്തി ഗ്രാമത്തിലേക്ക് കൊണ്ടുവരും. അത് കണ്ട നാട്ടുകാർ മുഴുവൻ അവനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കും. നാട്ടുകാർ വീണ്ടും
വീണ്ടും അവനെ കൊല്ലാൻ പറഞ്ഞപ്പോഴും കങ്കുവ അത് സമ്മതിച്ചില്ല. ഇത് കണ്ട കങ്കുവയുടെ അച്ഛൻ സെന്തി കങ്കുവയും ചെറുക്കനെയും കൂടി കൊടുങ്കാട്ടിലേക്ക് നാട് കടത്തിയേക്കാൻ ഓർഡർ ഇടും. അങ്ങനെ രണ്ടും കൂടി കൊടുങ്കാട്ടിലേക്ക് പോകും. അങ്ങനെ ഗ്രാമത്തേക്കാൾ സുന്ദരമായ ആ കാട്ടിൽ പൊറുവൻ ചെറുക്കന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ശ്രമിക്കുകയാണ് കങ്കുവൻ. അപ്പോഴാണ് അരുവിയിൽ കുളിക്കാനിറങ്ങിയ പൊറുവനെ ഒരു യമണ്ടം മുതല ആക്രമിക്കുന്നത്. അത് കണ്ട കങ്കുവൻ അതിസാഹസികമായി മുതലയുമായി വൻ സംഘട്ടനത്തിൽ ഏർപ്പെടും. അങ്ങനെ പൊറുവനെ രക്ഷിക്കാനായി സ്വന്തം ജീവൻ പണയം വെച്ച് മുതലയെ കങ്കു അങ്ങ് കൊല്ലും. പിന്നെ ഒരു പാട്ടാണ്. ആ പാട്ട് മുഴുവൻ ചെറുക്കന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ കങ്കു കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളാണ്. അങ്ങനെ ചെറുക്കനെ വെറുപ്പിച്ച് ഒടുവിൽ പാട്ട് തീരുമ്പോൾ ചെറുക്കന്റെ സ്നേഹം കങ്കു പിടിച്ചു പറ്റുകയാണ്. ഓ, കരളലിയിക്കുന്ന തൊലിഞ്ഞ കഥ. അതേസമയം വീണ്ടും ബോബി അണ്ണന്റെ ഹോളിപ്പൊടി യൂണിവേഴ്സ് കാണിക്കുകയാണ്. ബോബി അണ്ണനെ എപ്പോ കാണിച്ചാലും ഹോളിപ്പൊടി പാക്കറ്റ് ഫാനിന്റെ മുന്നിൽ കെട്ടിയിട്ട് പറപ്പിച്ചേക്കണമെന്നാണ് ഡയറക്ടർ ശിവ പറഞ്ഞിരിക്കുന്നത്. എന്തേലും ആകട്ടെ. ശേഷം ബോബി അണ്ണൻ മക്കളുടെ കർമ്മങ്ങൾ ചെയ്ത് ബലിയിട്ടപ്പോ ഒരു കാക്ക പോലും തിരിഞ്ഞു നോക്കില്ല. ഇത് കണ്ട ബോബി അണ്ണൻ അലറിക്കൊണ്ട് മുകളിൽ കറങ്ങിക്കൊണ്ടിരുന്ന കാക്കക്കൂട്ടത്തോട് പറയും, ഇങ്ങോട്ട് വരാമെങ്കിൽ നെക്സ്റ്റ് വീക്ക് കങ്കുവന്റെ ഹൃദയം പുള്ളി പറിച്ചെടുത്ത് ഇടിച്ചു പിഴിഞ്ഞു കൊടുക്കാമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, കാക്കയ്ക്ക് തമിഴ് നല്ലപോലെ അറിയാമെന്ന് തോന്നുന്നു. ഇത് കേട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ കാക്കക്കൂട്ടം നേരെ റോക്കറ്റ് പോലെ താഴേക്ക് ചെല്ലും. മകന്റെ വിയോഗത്തിൽ നിന്നും പാഠം പഠിക്കാത്ത ബോബി അണ്ണൻ അടുത്ത മകനെ കങ്കുവയെ തീർക്കാൻ പറഞ്ഞുവിടും. എന്നാൽ അവൻ പോയത് ഔഷധ ചെടി പറിക്കാൻ കാട്ടിലേക്ക് പോയ പെരുമാച്ചിയിലെ പെണ്ണുങ്ങളെ പിടിക്കാനാണ്. നല്ല ബെസ്റ്റ് മോനെ പറഞ്ഞുവിട്ടത്. മഞ്ഞുമൂടി കിടക്കുന്ന പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പെരുമാച്ചിയിലെ പെണ്ണുങ്ങളെ ബോബി അണ്ണന്റെ മകൻ തടഞ്ഞു നിർത്തും. ഇത് കണ്ട പെരുമാച്ചിയിലെ പെണ്ണുങ്ങൾ വിവരം അറിയിക്കുവാനായി ഒരു സൗണ്ട് കോഡ് കങ്കുവന് വിടും. എന്നാൽ ഇത് കേട്ട് കിലോമീറ്ററുകൾ അപ്പുറം നിന്ന കങ്കു പറയും, സോറി, മാനിറച്ചി ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നിങ്ങൾ പോയി ഞാൻ പഠിപ്പിച്ച അടവുകൾ പയറ്റൂ എന്നും പറഞ്ഞ് ഇല്ലാത്ത ബൂസ്റ്റും കൊടുത്ത് അവിടെ നിന്ന് സ്കൂട്ടാകും. എന്നാൽ ഇത് കേട്ടതും സംഗതി മൂഞ്ചി എന്ന് മനസ്സിലാക്കിയ പെരുമാച്ചിയിലെ പെണ്ണുങ്ങൾക്ക് വേറെ വഴിയില്ലാതെ കങ്കുവൻ പഠിപ്പിച്ച അടവുകൾ അങ്ങ് പയറ്റും. യെസ് ഗൈസ്, ഇക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന സിംഗപ്പെണ്ണുങ്ങൾ അങ്ങനെ ബോബി അണ്ണൻ വിട്ട ടീംസിനെ തീർത്ത് ബോബി അണ്ണന്റെ മകന്റെ കൈയും കാലും വലിച്ചു പറിച്ച് പീസാക്കും. അടുത്ത സീനിൽ എല്ലാ ദേശക്കാരും കൂടി ബോബി അണ്ണൻ മകനെ വിട്ട് പെരുമാച്ചി പെണ്ണുങ്ങളെ ആക്രമിച്ചത് ചർച്ച ചെയ്യാൻ ചട്ടപ്പാറയിൽ കൂടി. അവിടെ വെച്ചാണ് പ്രശ്നങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതും ശിക്ഷ വിധിക്കപ്പെടുന്നതും. പക്ഷെ അവിടെ തന്റെ മകന്റെ ബോഡി പെരുമാച്ചിക്കാർ കൊണ്ടുവരുന്നത് കണ്ടതും ബോബി അണ്ണന് ഭ്രാന്തളകും. അങ്ങനെ കാലി കയറിയ ബോബി അണ്ണൻ ഇനി ഞാൻ ഒറ്റയ്ക്ക് കങ്കുവിനെ തീർക്കുമെന്നും പറഞ്ഞ് കങ്കുവിന്റെ ഫാദറിനെ അങ്ങ് തീർക്കും. പക്ഷെ അതിബുദ്ധിമാനായ കങ്കുവിന്റെ അച്ഛൻ അവരുടെ പരിന്തിനെ ഉപയോഗിച്ച് വേഗം കണ്ടം വഴി ഓടിക്കോടാ എന്ന് കങ്കുവിനെ അറിയിക്കും. അതോടെ ബോബിയും ടീംസും പെരുമാച്ചി ആക്രമിക്കുമെന്ന് കങ്കുവിന് മനസ്സിലാകും. ഡാഡി മരിച്ച സങ്കടത്തിൽ കിടന്നലറിക്കൊണ്ട് കങ്കു യുദ്ധത്തിന് തയ്യാറെടുക്കും. അങ്ങനെ പെരുമാച്ചി ലക്ഷ്യമാക്കി അലറിക്കൊണ്ടുവന്ന ബോബിയുടെ കപ്പൽ പടയെ തീപ്പന്തം കത്തിച്ച് കാട്ടിലേക്ക് കങ്കു വഴി തിരിച്ചുവിടും. എന്നെ നാട് കടത്തിയ എന്റെ ഡാഡിയെ നീ കൊന്നുവല്ലേ, നീ ഇങ്ങ് വാടാ കാണിച്ചു തരാമെന്നും പറഞ്ഞ് കാലിപ്പിളകി അലറിക്കൊണ്ട് കാട്ടിൽ നിൽക്കുകയാണ് കങ്കു. എതിരി കപ്പലെല്ലാം കസമാറിച്ചുനാ ഒരേ ഒരു കാരണം ഗംഗ. ഈ അലർച്ചയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ കാട്ടിലേക്ക് വന്ന ബോബിയെയും പിള്ളേരെയും കങ്കു ആദ്യം അലറി പേടിപ്പിക്കും. പിന്നെ തുടങ്ങും ബാക്ക്ഗ്രൗണ്ടിൽ തലവനെന്നും പറഞ്ഞൊരു പാട്ട്. ഇതെല്ലാം കേട്ട് തല കറങ്ങി വട്ടായി നിന്ന് ശത്രുക്കളെ കങ്കു തീപ്പന്തം, കുന്തം, തേൾ, പാമ്പ് ഇത് കൂടാഞ്ഞിട്ട് മല വരെ പൊട്ടിച്ചു കൊല്ലും. കങ്കുവിന്റെ പെർഫോമൻസും തൊലിഞ്ഞ പോസും കണ്ട പൊരുവനെ അങ്ങേരോട് ഇഷ്ടം കൂടും. അത് കണ്ടത് സന്തോഷമായ കങ്കു ശത്രുക്കളെ മുഴുവൻ വെട്ടി പീസാക്കും. അതിന്റെ ഇടയിൽ പൊരുവനെ അവന്മാർ വലയിട്ട് പിടിച്ചോണ്ട് പോകും. സീൻ വീണ്ടും 2024 പോകുമ്പോൾ പുനർജന്മം എടുത്ത കങ്കു അഥവാ ഫ്രാൻസിസ് അതേപോലെ പുനർജന്മം എടുത്ത കൊച്ചി ചെറുക്കന്റെ പുറകെ ഓടുകയാണ്. അവന്മാര് വെടിവെച്ച് വയറ്റിൽ തുളയിട്ടിട്ടും ഒരു കുഴപ്പവുമില്ലാതെ ആഞ്ഞോടുകയാണ് കങ്കു. അങ്ങനെ ഓടി കണ്ടെയ്നറൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോ ചെറുക്കനെ കൊണ്ട് അവന്മാര് വിമാനത്തിൽ കയറി പോകാൻ പോകുന്നു. അത് കണ്ടതും കങ്കു ബൈക്ക് ചാടിച്ച് വിമാനത്തിൽ കയറും. പിന്നെ ചറപറ വേടി. അതിനിടയിൽ സ്നേഹം മൂത്ത് കൊച്ചി ചെറുക്കനെ നോക്കി നിന്നതും അവന്മാര് ഫ്രാൻസിനെ അടിച്ച് ഇഞ്ചപ്പരുവമാക്കി ഒറ്റ ചവിട്ടിന് പുറത്തേക്ക് തള്ളും. പക്ഷെ ഫ്രാൻസിസ് സിമ്പിളായി തൊള വീണ വയറും ഒടിഞ്ഞ വിരലുമായി സുഖമായി വിമാനത്തിൽ തൂങ്ങിക്കിടക്കും. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്, ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്. അത് കഴിയുമ്പോൾ പിന്നെയും ചന്ദ്രനെ കാണിക്കും. പിന്നെയും കഥ പുറകോട്ട് പോകും. അവിടെ ബോബി അണ്ണൻ പൊറുവൻ ചെറുക്കനെ കപ്പലിന്റെ മുന്നിൽ സ്രാവുകൾക്കിരയായി ചൂണ്ടയിൽ കോർത്ത് ഇട്ടുകൊടുക്കും. അവനെ രക്ഷിക്കാൻ വേണ്ടി കങ്കു ബോബിയുമായി വൻ ഫൈറ്റ്. 1070 അടി, 2024 അടി. അടി അങ്ങനെ മാറ്റിയും മറിച്ചും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ബോബി അണ്ണന്റെയും കങ്കുവിന്റെയും മുരൾച്ച സഹിക്കവയ്യാതെ പേടിച്ചു വിരണ്ട ചെക്കൻ ഇവരെക്കാൾ ഭേദം സ്രാവാണെന്നും പറഞ്ഞ് കയറ് മുറിച്ച് സ്രാവിന്റെ വയറ്റിലേക്ക് അങ്ങ് പോകും. ഇത് കണ്ട് കലിയിളകിയ കങ്കു ബോബി അണ്ണനെ വലയിൽ പിടിച്ചിട്ട് കുത്തി കൊല്ലും. അപ്പോൾ അന്ന് ഈ ചെറുക്കനെ രക്ഷിക്കാൻ പറ്റാത്ത വിഷമം തീർക്കാനാണ് 2024
2024 കങ്കു ഫ്രാൻസിസായി പിന്നെയും പുനർജനിച്ചത്രേ. അങ്ങനെ 2024 കങ്കുവിന്റെ പുനർജന്മമായ ഫ്രാൻസിസ് വിമാനത്തിലുണ്ടായിരുന്നവന്മാരെയൊക്കെ അടിച്ചു കൊന്ന് ചെറുക്കനെ രക്ഷിക്കും. അടുത്ത സീനിൽ 1070 അരത്തിയിൽ ബോബി അണ്ണന്റെ ബോഡി ഹോളിപ്പൊടി വാരി വിതറിയ ആ നാട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മക്കളുടെ ബോഡി പൊതുദർശനത്തിന് വെച്ചപ്പോൾ കങ്കുവിന്റെ ചങ്കും പറിച്ചു വരാമെന്ന് കാക്കകളോട് ശപഥം ചെയ്തു പോയ മുതല ഇപ്പോൾ ശവമായി എത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? മക്കളെല്ലാം പടമായ സ്ഥിതിക്ക് അവിടെ നിന്ന് ഒരുത്തനോട് ചിതയ്ക്ക് തീ കൊളുത്താൻ അവിടുത്തെ കാട്ടുമൂപ്പം പറയും. അവൻ തീ കൊളുത്താൻ പോയതും ഒരു വാള് പറന്നു വന്ന് അവന്റെ 2 കൈയും വെട്ടിക്കളയും. നോക്കുമ്പോ ആരാ? നമ്മുടെ ബോബി എണ്ണൻ കള്ളവെടി വെക്കാൻ പോയപ്പോ കിട്ടിയ ആ വിശുദ്ധ സന്തതി രക്താംഗശൻ അഥവാ കാർത്തി. സ്വന്തം കൈവെട്ടി അവനെ ചോരയൊലിക്കുന്ന കൈയും പൊക്കി പിടിച്ച് വരവേൽക്കുന്ന വേറൊരു മണ്ടൻ. കൊണച്ച ലുക്കിൽ കൊണച്ച മാനരസവുമായി വന്ന കാർത്തി അവിടെ കിടന്ന് വെറുപ്പിച്ച് കങ്കുവിനെ കൊല്ലാൻ ശപഥമെടുക്കും. അപ്പോഴാണ് 2024 മറ്റേ ചെറുക്കൻ രക്ഷപ്പെട്ട റഷ്യൻ റിസർച്ച് സെന്ററിന്റെ കമാൻഡർ രക്താംഗസന്റെ ജന്മമാണെന്ന് കാണിക്കുന്നത്. 2024 കാർത്തിക്ക് തൊലിഞ്ഞ ലുക്ക് തന്നെ. കറ പിടിച്ച സ്വർണ്ണപ്പല്ലും നെറ്റിയിൽ പെയിന്റ് അടിച്ച പോലെ 5-6 വരയും. അങ്ങനെ സൂര്യയും കാർത്തിയും തമ്മിലുള്ള യുദ്ധം 1070 2024 ഞാൻ മാറ്റി മാറ്റി കങ്കുവ 2 കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഡയറക്ടർ അണ്ണൻ ഒരു പോക്കങ്ങ് പോകും. ദൈവമേ, ഇനി ഫസ്റ്റ് ഫ്ലോപ്പ് ആയതുകൊണ്ട് സെക്കൻഡ് ഇറക്കാൻ മടി കാണിക്കുമോ എന്തോ. ലാസ്റ്റ് സീനിൽ പോർവൻ ചെക്കൻ കാറൊക്കെ പൊക്കി വേറെ ലെവൽ അപരാധമൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഇതും കൂടി കങ്കുവ 2 കണ്ട് പണ്ടാരമടങ്ങാം. അപ്പൊ പടം തീർന്നു.